സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് മുഅ്മിനുകളും മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരുപാട് ഖുത്ബകളിലായിട്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. വിശുദ്ധ ഖുർആൻ അവൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അവനോട് വിനയവും നന്ദിയും ഉള്ളവരായി തീരണം എന്നുള്ളത് കൊണ്ടാണ്. ബലില്ലാഹ ഫഅ്ബുദ്, അതിനാൽ നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് നിർവഹിക്കണം, അള്ളാഹുവിനെ ആരാധിക്കണം. വകും മിനശ് ശാകിരീൻ, നിങ്ങൾ ശുക്റുള്ളവരായിട്ട് നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുകയും വേണം എന്ന് വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനോട് നമ്മൾ കാണിക്കുന്ന നന്ദിയുടെ ഭാഗമായിട്ടാണ് വെള്ളിയാഴ്ച ദിവസം ളുഹറിന്റെ സമയത്ത് നമ്മുടെ ജോലികളും നമ്മുടെ തിരക്കുകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടുന്നത്. അള്ളാഹുവിനോടുള്ള നന്ദിയാണ് ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത് എന്നുള്ള ഒരു നിയ്യത്ത് കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ നമസ്കരിക്കുന്നത് അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായിട്ടാണ്. നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. നാം സ്വതക്ക ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. നാം സക്കാത്ത് നൽകുന്നത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ശുക്റാണ്. അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് അള്ളാഹുവിന് നാം നൽകുന്ന നന്ദിയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നുള്ളതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗമാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, ആരെങ്കിലും അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുകയാണ് എങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവരുടെ ഖൽബിൽ നിന്ന്, അവരുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മതയുടെ അഥവാ തഖ്വയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ, അള്ളാഹു ആദരിച്ചവയെ, അള്ളാഹു പ്രത്യേകമായി പരാമർശിച്ചവയെ ആദരവോടുകൂടി കാണുക എന്നുള്ളത്. നമ്മളിപ്പോൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ അതിന്റെ തൊട്ട് മുമ്പുള്ള ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ദുൽഖഅദ മാസം എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പവിത്രമാക്കിയ, അള്ളാഹു ആദരിച്ച മാസങ്ങളിൽപ്പെട്ടതാണ്. ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം, മുഹറം മാസം, റജബ് മാസം, ഈ 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു. അള്ളാഹു പ്രത്യേകമായിട്ട് 12 മാസങ്ങളിൽ എടുത്ത് ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ വാക്കുകളിലൂടെയും നാം മനസ്സിലാക്കിയ നമുക്കറിയാവുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ 4 ഉംറകളാണ് നിർവഹിച്ചത്. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഉംറകൾ നിർവഹിച്ചു. ആ 4 ഉംറകളും ദുൽഖഅദ മാസത്തിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത് എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു ആദരിച്ച ഒരു മാസത്തിൽ അതിന് പ്രത്യേകമായൊരു പ്രാധാന്യം നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു എന്നർത്ഥം. അതേപോലെ തന്നെയാണ് ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് അള്ളാഹു ആദരിച്ച മാസമാണ്. വയദ്കുറു സ്മല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ്.
അള്ളാഹുവിന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നവരാണ്, സ്മരിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ദിക്ർ ചൊല്ലുന്നവരാണ് എന്നിങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ പരാമർശമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നഹാ അശ്റു ദിൽഹിജ്ജ, ഈ അയ്യാമും മഅലൂമാത്ത് അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത് ദിൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ കുറിച്ചാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയും. ദിൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. ആ ദിവസങ്ങളിൽ ഒരുപാട് കർമ്മങ്ങൾ സ്വഹാബത്ത് ചെയ്തിരുന്നു എന്നെല്ലാം നമുക്ക് ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിൻ അമലി ഫീ ഹാദിഹി, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവുമില്ല. ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 10 വരെയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളോളം ശ്രേഷ്ഠമായ മറ്റൊരു കർമ്മവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഖാലു, സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, ഈ 10 ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ ജിഹാദും ഇല്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇല്ലാ റജുലൻ, ഒരാളൊഴികെ, അല്ലെങ്കിൽ ഒരു വിഭാഗം ഒഴികെ, ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈഇൻ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തന്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും നൽകുകയും തന്റെ ശരീരം അതിനു വേണ്ടി നൽകുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജിഹാദിന് പുറപ്പെടുന്ന വ്യക്തി ഒഴികെ, എന്നിട്ട് അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്തു, അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും ആ ധർമ്മസമരത്തിന്റെ മാർഗത്തിലേക്ക് നൽകി, അയാളുടെ ശരീരവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് അദ്ദേഹം പൂർണ്ണമായിട്ട് രക്തസാക്ഷ്യം വഹിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അതൊഴികെ എന്ത് കർമ്മമായിരുന്നാലും അത് ഈ 10 ദിവസം ചെയ്യുന്ന അമലുകളെക്കാൾ ശ്രേഷ്ഠമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഇന്ന അയ്യാമുൽ അശ്രി ദിൽഹിജ്ജ അഫ്ളലു മിൻ അയ്യാമിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ, റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസത്തെ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ പകൽ സമയം. വലയാലിൽ അശ്രി മിൻ റമളാൻ അഫ്ളലു മിൻ ലയാലിൽ അശ്രി മിൻ ദിൽഹിജ്ജ, ദിൽഹിജ്ജ മാസത്തിലെ 10 ദിവസത്തെ രാത്രിയേക്കാൾ ശ്രേഷ്ഠമാണ് റമളാൻ മാസത്തിലെ അവസാനത്തെ 10 രാത്രികൾ. റമളാൻ മാസത്തിലെ അവസാന 10 രാത്രികൾ ശ്രേഷ്ഠമാണ്. അതേപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ പകൽ ശ്രേഷ്ഠമാണ് എന്നർത്ഥം. അപ്പോൾ റമളാൻ പോലെ തന്നെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ പോലെ തന്നെ ശ്രേഷ്ഠമായ ദിവസങ്ങളായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ പഠിപ്പിച്ചത് എന്നാണ് ഇബ്നു ഹജർ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്രമാത്രം പ്രാധാന്യം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് നൽകാനുള്ള കാരണമെന്ന് പറയുന്നത്, അതിൽ പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ അമലുകളും ഒരുമിച്ച് വരുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്നാണ്. നമസ്കാരം നമ്മൾ എപ്പോഴും നിർവഹിക്കുന്നതാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലും അത് വരുന്നുണ്ട്. അതുപോലെ നോമ്പ്, വ്രതമനുഷ്ഠിക്കുക എന്നുള്ളത് ദുൽഹിജ്ജ മാസത്തിൽ 9 ദുൽഹിജ്ജ 9 നോമ്പ് ശ്രേഷ്ഠകരമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിലും നോമ്പെടുക്കാവുന്നതാണ്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രേഷ്ഠമായ ഒരു അമലായിക്കൊണ്ട് നോമ്പ് പഠിപ്പിച്ചിരിക്കുന്നു ദുൽഹിജ്ജ 1 മുതൽ
10 വരെയുള്ള ദിവസത്തിന്റെ ഇടയിൽ. അതേപോലെ തന്നെ സക്കാത്ത് എല്ലാ സന്ദർഭങ്ങളിലും കൊടുക്കേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ദുൽഹിജ്ജ മാസത്തിലും ആ സക്കാത്ത് പ്രാധാന്യമുണ്ട്. അതുപോലെ സ്വതക്ക നൽകുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും ചെയ്യേണ്ടതാവുന്നത് കൊണ്ട് ദുൽഹിജ്ജ മാസത്തിലും സ്വതക്ക ചെയ്യുന്നുണ്ട്. അതേപോലെ ഉംറ ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഉംറ വരുന്നുണ്ട്. അതുപോലെ ഇസ്ലാമിലെ ഏറ്റവും മഹിതമായ കർമ്മമായ ഹജ്ജ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഹജ്ജിന്റെ കർമ്മം വരുന്നുണ്ട്. അതുപോലെ ഈ ദിവസങ്ങളിൽ പെരുന്നാൾ വരുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ ജുമുഅ വരുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രധാനപ്പെട്ട അമലുകളും ദുൽഹിജ്ജ മാസം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഇതുപോലെ വരുന്ന മറ്റൊരു ദിവസങ്ങളും മറ്റൊരു മാസത്തിലും നമുക്ക് കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട അമലുകളും ഒരുമിച്ച് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് ഇബ്നു ഹജറിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അതുപോലെ ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് ദിക്റുകൾ ചൊല്ലാനും അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്തുതിക്കുവാനും തഹ്ലീലും തഹ്മീദുകളും നിർവഹിക്കുവാനും വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നേരത്തെ ഓതിവെച്ച ആയത്ത് വദ്കുറുസ്മല്ലാഹ ഫീ അയ്യാമി മഅലൂമാത്ത്, ആ അറിയപ്പെടുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം ധാരാളമായി സ്മരിക്കുക എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അഅ്ലമു ഇൻദല്ലാഹി സുബ്ഹാനഹു വലാ അഹബ്ബ ഇലൈഹിൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസത്തേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠമായ ദിവസങ്ങളോ അതേപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ കർമ്മങ്ങളോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഅക്സിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി. ഈ ദിവസങ്ങളിൽ നിങ്ങൾ തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള വചനം നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതുപോലെ അൽഹംദുലില്ലാ എന്നുള്ള വചനം, അള്ളാഹുവിന്റെ പ്രകീർത്തനങ്ങൾ ഈ ദിവസങ്ങളിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന തൗഹീദ് പ്രഖ്യാപിക്കുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത്. ഹജ്ജിന് പോകുന്ന ആളുകളും ഉംറക്ക് പോകുന്ന ആളുകളും ധാരാളമായിട്ട് ചൊല്ലുന്ന ദിക്റ് കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നമുക്കെല്ലാം അറിയാവുന്ന ദിക്റാണ്, നമ്മളൊക്കെ ചൊല്ലുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവനൊരു പങ്കുകാരുമില്ല, ലഹുൽ മുൽക്ക് രാജാധികാരം അവനാകുന്നു, വലഹുൽ ഹംദ് എല്ലാ സ്തുതികളും അവനാകുന്നു, വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാകുന്നു അല്ലാഹു. ഈ ദിക്റ് നമുക്കറിയാം അതിന്റെ ശ്രേഷ്ഠതയും പ്രാധാന്യവും. ആരെങ്കിലും 10 പ്രാവശ്യം ചൊല്ലിയാൽ അയാൾക്ക് 10 നന്മകൾ രേഖപ്പെടുത്തും, അയാളുടെ 10 തെറ്റുകൾ അല്ലാഹു മായ്ച്ചു കൊടുക്കും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ടാകും എന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ്. ആരെങ്കിലും 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 100 പ്രാവശ്യം ചൊല്ലിയാൽ 100 നന്മകൾ രേഖപ്പെടുത്തും, 100 തിന്മകൾ മായ്ക്കപ്പെടും. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലമുണ്ടാകും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫള് പഠിപ്പിച്ച ശ്രേഷ്ഠമായ ദിക്റാണ് ഈ പറഞ്ഞത്. നമുക്ക് എപ്പോഴും ചൊല്ലാവുന്ന ദിക്റാണ്. ഈ ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ധാരാളമായിട്ട് ചൊല്ലാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. വ്യത്യസ്തമായ ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് നിരവധി ഹദീസുകളിൽ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ചൊല്ലുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ പദവിയാണ്, പുണ്യമാണ്.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ചൊല്ലുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ പദവിയാണ് നന്മയുടെ തുലാസിൽ കനം തൂക്കുന്നതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായ ദിക്റാണ് എന്ന് നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റാണ്. ഈ തരത്തിൽ ദിക്റുകൾ ധാരാളമായി ചൊല്ലാൻ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാൻ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർക്കാൻ ഈ ദിവസങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് പുണ്യകരമാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുപോലെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികൾ ഈ ദിവസങ്ങളിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ അങ്ങാടികളിലേക്ക് ഇറങ്ങിയിട്ട് തക്ബീർ ചൊല്ലുമായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന് ചൊല്ലുമായിരുന്നു. അത് കേട്ടുകൊണ്ട് അങ്ങാടിയിലുള്ള ആളുകളും ഇതുപോലെ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണുവാൻ കഴിയും. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് പകരമായി കൊണ്ട് നിങ്ങൾ തക്ബീറുകൾ ചൊല്ലുക എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമുണ്ടല്ലോ. നമ്മൾ നമസ്കരിക്കുമ്പോൾ ഓരോ കർമ്മങ്ങളിലേക്കും പോകുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ട്. ഈ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് വലിതുകബ്ബിറുല്ലാഹ്, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുകയാണ്. എന്തിനാണ് മഹത്വപ്പെടുത്തുന്നത്? അലാ മാ ഹദാകും, അവൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എനിക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയിരിക്കുന്നു, എന്റെ മക്കൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയിരിക്കുന്നു, എന്റെ ഇണക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയിരിക്കുന്നു. ആ ഹിദായത്തിനുള്ള നന്ദിയാണ് ഞാൻ ഈ പറയുന്നത് എന്നുള്ള ബോധം കൂടി അതിന്റെ കൂടെ നമ്മുടെ നിയ്യത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലുക എന്നുള്ളത് ശ്രേഷ്ഠമാണ്. അതിന് പ്രത്യേകമായ സമയങ്ങളൊന്നുമില്ല, ഏത് സന്ദർഭങ്ങളിലും ചൊല്ലാവുന്നതാണ്. അതേസമയം അറഫാ ദിനത്തിന്റെ സുബ്ഹിന്റെ സമയം മുതൽ അയ്യാമു തശ്രീഖിന്റെ അസ്ർ വരെയുള്ള സമയത്ത് പ്രത്യേകമായി ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുമ്മ അന്ത സലാമു വ മിങ്ക സലാം തബാറകത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ വലാ മനഅത ലിമാ യൻഫഉ ദൽ ജദ്ദി മിങ്കൽ ജദ്ദ് എന്ന് പറഞ്ഞതിന് ശേഷം തക്ബീർ ചൊല്ലുക എന്നുള്ളത് അത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് തുടങ്ങുന്നത് മറ്റൊരു സമയത്താണ്, അറഫാ ദിനത്തിന്റെ സുബ്ഹിന്റെ സമയത്താണ്. അത് അവസാനിക്കുന്നത് അയ്യാമു തശ്രീഖിന്റെ ദിവസത്തിലാണ്, അസ്റിന്റെ സമയത്തോടുകൂടിയാണ്. ഇങ്ങനെ വളരെയേറെ ശ്രേഷ്ഠതയോടുകൂടി പഠിപ്പിക്കപ്പെടുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുക, നമ്മൾ മനസ്സിലാക്കുക. ആ ദിവസങ്ങളെ, ശ്രേഷ്ഠമായ ദിവസങ്ങളെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സുകളെ നമ്മൾ തയ്യാറാക്കുക. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ പെട്ടതാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം അതിന്റെ ചരിത്രമെല്ലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രായമായിട്ടുണ്ട്, അദ്ദേഹത്തിന് മക്കളില്ല. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. ആ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുന്നത്. അങ്ങനെ ആ കുഞ്ഞിങ്ങനെ വളരുന്ന രംഗങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ പിന്നീട് അത് വളർന്ന് ഒരു അധ്വാനിക്കാൻ, ഉപ്പയുടെ കൂടെ അധ്വാനിക്കാനൊക്കെയുള്ള ഫലം അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാനൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മാറിയപ്പോഴാണ് അദ്ദേഹം തന്റെ മകനോട് പറയുന്നത്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, എന്റെ പൊന്നുമോനെ, നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയറുക്കണം എന്ന് എനിക്ക് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം? നീ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ മകൻ പറയുന്ന ഒരു മറുപടിയുണ്ട്. നമ്മളൊക്കെ മക്കളെ പള്ളിയിലേക്ക് സുബ്ഹ് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോട് എങ്ങനെയാണ് പ്രതികരിക്കുക? നമ്മുടെ പള്ളിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് പറയുമ്പോൾ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പകൽ സമയത്ത് രാവിലെ സുബ്ഹ് കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ
മക്കളോട് മോനെ നീയും എന്റെ കൂടെ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്നെ ബലിയറുക്കണം എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മകൻ പറയുന്നത് ഖാല യാ അബത്തി, എന്റെ പൊന്നുപ്പ എന്നാണ്, എന്റെ ഉപ്പ എന്നല്ല, എന്റെ പൊന്നുപ്പ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. ഇഫ് അൽ മാ തുഅ്മർ, എന്താണോ കൽപ്പന അത് ചെയ്തു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ, എന്നെ നിങ്ങൾക്ക് കാണാം അള്ളാഹുവിന്റെ വേണ്ടുകയുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ എന്നെ താങ്കൾക്ക് ക്ഷമിക്കുന്നവരുടെ കൂടെ കാണാം എന്നാണ്. നമ്മുടെ മക്കൾക്കൊന്നും ഇന്ന് ക്ഷമയില്ല, നമ്മൾക്കും ക്ഷമയില്ല. മക്കളോട് സംസാരിക്കേണ്ട ശൈലിയിലല്ല മാതാപിതാക്കൾ മക്കളോട് പറയുന്നത്. ആ മക്കളോട് പറയുന്ന ശൈലിയാണ് അവരിങ്ങോട്ട് അനുകരിക്കുന്നത്. മാതാപിതാക്കൾക്ക് ക്ഷമയില്ല, മക്കൾക്ക് ക്ഷമയില്ല. അങ്ങനെ മക്കളോട് പ്രതികരിക്കുന്നു. പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന പിതാവാണ് ഇബ്രാഹിം നബി. ആ പിതാവിനെ തിരിച്ചു വിളിക്കുന്നത് പൊന്നുപ്പ എന്നാണ്. സ്നേഹത്തോടു കൂടിയുള്ള വിളിയാണ് യാ അബത്തി എന്ന് പറയുന്നത്. എന്നിട്ട് ഇഫ് അൽ മാ തുഅ്മർ, എന്താണോ കൽപ്പന അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക, ചെയ്തു കൊള്ളുക. എന്നെ ക്ഷമാശീലരുടെ കൂടെ കാണാം, ഞാൻ ക്ഷമിക്കുന്നവനായിട്ട് അങ്ങേക്ക് എന്നെ കാണാൻ കഴിയും ഉപ്പ എന്ന് പറയുന്ന ആ മകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയും അത് തന്നെയായിരുന്നു. മക്കളില്ലാത്ത സമയത്ത് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ ഒരു മകൻ റബ്ബേ എനിക്ക് നീ നൽകണേ എന്നാണ്. ഒരു സ്വാലിഹിനെ തരണേ എന്നാണ് പ്രാർത്ഥിച്ചത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുക എനിക്കൊരു മോനെ തരണേ എന്നാണ്, എനിക്കൊരു മകളെ തരണേ എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എനിക്കൊരു സ്വാലിഹിനെ തരണേ എന്നാണ്, സജ്ജനങ്ങളിൽ പെടുന്നൊരുത്തനെ തരണേ എന്നാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വയസ്സാൻ കാലത്ത് കിട്ടിയ മകനെയാണ് ബലിയെറുക്കാൻ വേണ്ടി കൽപ്പനയുണ്ടാകുന്നത്. അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. അതിന് പകരമായിട്ട് അദ്ദേഹത്തിനോട് അള്ളാഹു പറഞ്ഞത് ഒരു ബലിമൃഗത്തെ, മഹത്തായ ഒരു ബലിമൃഗം എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. പശുവിനെ അറുക്കാൻ വേണ്ടിയിട്ട്, കാളയെ അറുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുമ്പോൾ മഹത്തായ ഒരു മൃഗത്തെ പകരമായി അറുത്തുകൊള്ളുക എന്നാണ്. ആ ഒരു കൽപ്പനയുടെ അത് ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും ബലിയറുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ബലിയറക്കാത്തവര് ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ പള്ളിയിലേക്ക് അതല്ലെങ്കിൽ മുസല്ലയിലേക്ക് പെരുന്നാൾ നമസ്കാരത്തിന് വരേണ്ടതില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തില് നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സകലമാന കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നുണ്ട്. ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും നമ്മൾ മൊബൈലുകൾ റീചാർജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കഴിയുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ബലിയെറുക്കാൻ മാത്രം നമ്മുടെ കയ്യിൽ കാശില്ല, അതിനുള്ള പാങ്ങില്ല, ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആളുകളാണ് നമ്മളെങ്കിൽ നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായി മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്കറിയാം, ഒരു മൃഗമാണ് പശു എന്ന് പറയുന്നത്. ഈ ലോകത്തുള്ള എല്ലാം എല്ലാറ്റിനെയും അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. പശുവിനെയും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പശുവിനെ അറുക്കുക എന്ന് പരസ്യമായിട്ടങ്ങ് പറയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക്, അതൊരു അശ്ലീലമായി കൊണ്ട് അല്ലെങ്കിൽ ഒരു മോശമായ പ്രയോഗമായി കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളെ പരസ്പരം തമ്മിൽ തെറ്റിക്കുകയും മനസ്സിലേക്ക് വൈരമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ് പശുവിനെ അറുക്കുക എന്നുള്ളത് ഒരു മോശമായതാണ് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കോടതികളിലൊക്കെ വിധി പ്രസ്താവിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് മനുസ്മൃതിയായിരുന്നു. ഈ മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, യജ്ഞാർത്ഥം പശവ സൃഷ്ട സ്വയമേവ സ്വയംഭൂവ യച്ഛത്ത ഭൂഭ്യൈ സർവസ്യ തസ്മാദ്യജ്ഞേ വധോവധ എന്നാണ്. യജ്ഞത്തിന് വേണ്ടി, യാഗത്തിന് വേണ്ടി, അറുക്കാൻ വേണ്ടി
ബലിക്ക് വേണ്ടിയാണ് പശുവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്, ബലിക്ക് വേണ്ടി പശുവിനെ അറുക്കുന്നത് ഒരു വധമേയല്ല എന്ന് മനുസ്മൃതിയിൽ കാണുവാൻ കഴിയും. അതേപോലെ തന്നെ മനുസ്മൃതിയിൽ അതിങ്ങനെ നിഷിദ്ധ മാംസങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. ആ നിഷിദ്ധ മാംസങ്ങളുടെ പട്ടികയിൽ പശുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, വളർത്തുന്ന മൃഗങ്ങളിൽ ഒട്ടകം ഒഴികെയുള്ള എല്ലാറ്റിനെയും ഭക്ഷ്യയോഗ്യമാണ് എന്നാണ് മനുസ്മൃതി പറയുന്നത്. അപ്പോ വളർത്തുന്ന മൃഗങ്ങളിൽ ഒട്ടകത്തെ അറുക്കാൻ പാടില്ല, ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെയും അറുക്കാമെന്നാണ്. മഹാഭാരതത്തിലുണ്ട്, രന്തിദേവ രാജാവിന്റെ കൊട്ടാരത്തിൽ ഓരോ ദിവസവും 2000 പശുക്കളെ കശാപ്പ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ അഗ്നിദേവന്റെ ഭക്ഷണം പശുവും കാളയുമായിരുന്നു എന്ന് ഋഗ്വേദത്തിൽ കാണാൻ കഴിയും. അപ്പൊ പശുവിനെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നത് പഴമക്കാരൊന്നും വിശ്വസിച്ചിരുന്ന കാര്യമല്ല. നമുക്കറിയാമല്ലോ, ദഫുണ്ടാക്കാൻ വേണ്ടിയിട്ടും ചെണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമെല്ലാം ഉപയോഗിക്കുന്ന തൊലി, അതിന്റെ തോല് പശുവിൻ്റെതാണ്, കാളയുടേതാണ്. ആ തൊലിയിലാണ് ചെണ്ട കൊട്ടുന്നത്, ആ തൊലിയിലാണ് ദഫ് മുട്ടുന്നത്. അപ്പൊ ഇതുണ്ടാക്കണമെങ്കിൽ ആദ്യം പശുവിനെ കൊല്ലണം, അതിനെ ഇല്ലാതെ ചെയ്യണം. അതിന്റെ മാംസം മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ്, മനുഷ്യന് തിന്നാനുള്ളതാണ്. മനുഷ്യന്റെ പല്ലുകൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് മാംസവും പച്ചക്കറികളും തിന്നാവുന്ന രൂപത്തിലാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു അതല്ലെങ്കിൽ ആന, അതൊക്കെ പിന്നെ വെജുകളാണ്, വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ്. അതിന്റെ പല്ലുകളൊക്കെ ഒരേ നിരപ്പുകളായിരിക്കും. അതേസമയം ഇപ്പൊ കടുവയൊക്കെ മനുഷ്യരെ കൊല്ലുന്നൊരു കാലം കൂടിയാണല്ലോ. കടുവ പല്ലിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചങ്ങാതി ജയിലിൽ പോയിരുന്നു. കടുവയുടെ പല്ല് അതിങ്ങനെ കൂർത്തതാണ് എന്ന് പറഞ്ഞാൽ മാംസം തിന്നാനുള്ള രൂപത്തിലുള്ളതാണ്. എന്നാൽ പുല്ല് തിന്നുന്ന, വെജിറ്റബിൾ തിന്നുന്ന ജീവികളുടെ പല്ല് നിരപ്പായതാണ്. നമ്മുടെ വീട്ടിൽ പശുവും ആടുമൊക്കെ ഉണ്ട് എങ്കിൽ അതിന് വായിൽ നോക്കിയാൽ മതി, നിരപ്പുള്ള പല്ലാണ്. എന്നാൽ മനുഷ്യന്റെ പല്ല് ഇത് രണ്ടും കാണാൻ കഴിയും. നമ്മുടെ വായിലെ പല്ല് നിരപ്പുള്ള പല്ലുകളും കൂർത്ത പല്ലുകളുമുണ്ട് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ കഴിക്കാനും നോൺ കഴിക്കാനുമുള്ള രൂപത്തിലാണ് നമ്മുടെ പല്ല് നമ്മുടെ സൃഷ്ടാവ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോൾ രണ്ടും മനുഷ്യന് തിന്നാനുള്ളതാണ്. പശു എന്ന് പറയുന്നത് ഒരു ആരാധ്യ വസ്തുവായിട്ടല്ല, അത് ബുദ്ധിയില്ലാത്തൊരു ജീവിയാണ്. അതിനങ്ങനെ പുല്ല് തിന്നാൽ അത് ചാണകമിടും, അത് മൂത്രമൊഴിക്കും. അതിന് പ്രായമായാൽ മനുഷ്യൻ അതിനെ ഉപയോഗപ്പെടുത്താം. പാലുണ്ടെങ്കിൽ മനുഷ്യൻ അതിന്റെ പാല് കുടിക്കാം. അതിന്റെ വെണ്ണയെടുത്തിട്ട് മനുഷ്യന് ഉപയോഗിക്കാം. മോരും തൈരും ഉപയോഗിക്കാം. അതേപോലെ ചാണകം വളമായിടാം. അങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു മൃഗമാണ് പശു എന്ന് പറയുന്നത്. അത് തിന്നുന്ന ആളുകളുണ്ടാകും, അലർജിയുള്ള ആളുകളുണ്ടാകും. തിന്നാൽ അവർക്കത് തിന്നാതിരിക്കാം. ഏതായിരുന്നാലും അതിനെ ഒരു മൃഗമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനെ ബലിയറുക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായത്. ആ രൂപത്തിൽ ബലിയറുക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന നമ്മൾ സ്വീകരിക്കേണ്ടത്. മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ഒരാൾക്ക് ഒരു ഉരുവിനെ ബലിയെറുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരാൾക്ക് ഒരു ഉരുവിനെ എടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ 3 ആളുകൾക്ക് ഒന്നിൽ ഷെയർ ചേരാവുന്നതാണ്. 3 ആളുകൾ ചേർന്നാലും നമുക്കത് പ്രയാസകരമാണ് എങ്കിൽ 5 പേർക്ക് ഷെയർ ചേർന്നുകൊണ്ട് നമുക്കതിൽ പങ്കാളികളാകാവുന്നതാണ്. 5 പേർ പങ്കാളിയായിട്ടും ബുദ്ധിമുട്ടാണ് എങ്കിൽ 7 പേർ ചേർന്നുകൊണ്ട് ഒരു ഉരുവിൽ പങ്കാളികളാകാവുന്നതാണ്. ആ രൂപത്തിൽ നമ്മളെല്ലാം അതിൽ പങ്കാളികളാവാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇത്തഖുല്ലാഹ് ഇബാദുല്ലാഹ്. ഇൻഷാ അല്ലാഹ് 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദുൽഹിജ്ജ മാസം നമ്മൾ ഉദ്ഹിയ്യത്തിൽ പങ്കുചേരാൻ തീരുമാനിച്ച നിയത്ത് വെച്ച ആളുകളാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നഖവും മുടിയും ആ ഉരുവിനെ ബലിയറുക്കുന്ന സമയം വരെയും വെട്ടാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നഖവും മുടിയും അതുപോലെ തന്നെ നമ്മുടെ അത്തരം കാര്യങ്ങൾ, ശുചീകരണ കാര്യങ്ങളൊക്കെ അതിന് മുമ്പായി കൊണ്ട് തന്നെ നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് കൂടി സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ മുമ്പ് കഴിഞ്ഞ വർഷം നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ മദ്രസയിലെ മക്കളിലൂടെ സ്വതക്ക പ്രോത്സാഹിപ്പിക്കാൻ, കുട്ടികൾക്ക് സ്വതക്ക ചെയ്യാനൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വേണ്ടിയിട്ട് കുഞ്ഞു മനസ്സിലെ വലിയ നന്മ എന്ന പേരിൽ
കുട്ടികൾക്കൊക്കെ ഇതുപോലുള്ള ഓരോ ബോക്സ് നൽകുകയും കുട്ടികൾ തന്നെ അതിലേക്ക് അവർ സ്വതക്ക അതിലേക്ക് നിക്ഷേപിക്കുകയും അവരുടെ വീട്ടിലുള്ളവരൊക്കെ നിക്ഷേപിക്കുകയും എന്നിട്ട് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അത് ശേഖരിച്ചിട്ട് അവർ തന്നെ അർഹതപ്പെട്ട ആളുകളിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിരുന്നു. അൽഹംദുലില്ലാ, അതിലേക്ക് ഇന്നും നമുക്ക് കുട്ടികൾ ആ ബോക്സുമായി നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് അതിലുള്ള നിറയെ പൈസയുമായി വന്ന് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഓരോ പ്രദേശത്തും നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിസരങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ കുട്ടികൾ തന്നെ അവരെ കണ്ടെത്തി അവരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇതിന്റെ കുറച്ച് ബോക്സ് കൂടി ഇവിടെയുണ്ട്. ആർക്കെങ്കിലും ഇത്തരം ഒരു സംരംഭത്തിൽ പങ്കാളികളാവണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഇവിടെ ബന്ധപ്പെടുകയും ബോക്സ് വാങ്ങി നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ വേണമെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടിയുള്ള സ്വതക്കയാണ് ഇന്നിവിടെ സ്വരൂപിക്കുന്നത്. എല്ലാവരും അതിലേക്ക് സ്വതക്ക ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നാഥാ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണേ തമ്പുരാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായി മാറ്റി തരണേ തമ്പുരാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നാളെ ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ഞങ്ങളുടെ മക്കളെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ നാഥ. ചെറുപ്പത്തിൽ ഞങ്ങളെ വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചൊരിയണേ തമ്പുരാനെ.